ഒന്നാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം മത്സരിക്കാൻ പോകുന്നു. അഞ്ചാം ഹീറ്റ്സിന് തയ്യാറായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 3 ജലരാജാക്കന്മാർ നിൽക്കുകയാണ്. 72 വയസ്സ് ആകുന്ന നമ്മുടെ ഈ നെഹ്റു ട്രോഫി എന്ന ജലമേള, ആ 72 വർഷത്തെ ചരിത്രം ഈ പുന്നമടക്കായൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലമേളയുടെ ചരിത്ര താളുകളിലെ ആ താളുകള് 72 വർഷം പുറകോട്ടൊന്ന് മറിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ജലോത്സവത്തിന് പിന്നിൽ ഉപജീവനത്തിന് വഞ്ചി തുടങ്ങിയതിന്റെ അടയാളമുണ്ട്, സംഘബോധത്തിന്റെ താളമുണ്ട്, വള്ളവും വെള്ളവും കയറും കതിരും പച്ചപ്പും നിറഞ്ഞ ഈ കുട്ടനാടിന്റെ ചേലുമുണ്ട്. അങ്ങനെ കുട്ടനാട്ടുകാരുടെ ദേശീയ ഉത്സവമാണിത് ഈ നെഹ്റു ട്രോഫി വള്ളംകളി. കണ്ടില്ലേ, പുന്നമട കായലിന്റെ ഇരു കരകളിലും ജലോത്സവ പ്രേമികള് കാത്തു നിൽക്കുന്ന കാഴ്ച. എല്ലാ കണ്ണുകളും പുന്നമട കായലിലേക്ക്, ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികള് തത്സമയ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ജലമാമാങ്കം, വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ജലമാമാങ്കം, ഞാനിത് പറയുമ്പോൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റില് 3 ജല ചക്രവർത്തിമാര് 5ാം ഹീറ്റ്സിൽ പങ്കെടുത്തുകൊണ്ട് മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബാണ് തുഴയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ചുണ്ടനായിരുന്നു നിരണം ചുണ്ടൻ. പത്തനംതിട്ട ജില്ലയിൽ പിറവിയെടുത്ത ആദ്യ ചുണ്ടനാണ് നിരണം ചുണ്ടൻ. 2022 നീറ്റിലിറക്കിയ ചുണ്ടനാണ് നിരണം ചുണ്ടൻ. ഇവിടെ KG എബ്രഹാം ക്യാപ്റ്റൻ ആണെങ്കിൽ ബൈജു കുട്ടനാട് എന്ന പരിചയസമ്പന്നനാണ് ഇതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. നമുക്കറിയാം 2025 കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ ഫൈനലിലെത്തിയ വള്ളമാണ് ഈ നിരണം ചുണ്ടനെങ്കിൽ 3ാം ട്രാക്കിൽ മത്സരിക്കുന്നത് പുണ്യാളൻ നിരണമാണ്. പുതുപുത്തൻ വള്ളമാണ്. 2026 ജൂലൈയിൽ നീറ്റിലിറക്കിയ വള്ളമാണ്. സാബു നാരായണാചാരി പണിതിറക്കിയ വള്ളമാണ്. അതിൽ തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. നമുക്കറിയാം 99-ൽ, അതുപോലെ 2004-ലും 5-ലും 6-ലും 7-ലും 2010-ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കുമരകം ടൗൺ ബോട്ട് ക്ലബ് എന്ന കരുത്തുറ്റ ടീമാണ് പുണ്യാളൻ നിരണത്തിൽ തുഴയുന്നതെങ്കിൽ റെന്നി ഫിലിപ്പോസ് ആണ് ക്യാപ്റ്റനെങ്കിൽ സുനിൽ കുമാർ PR ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ 4ാം ട്രാക്കിൽ അർപ്പൂക്കര ചുണ്ടനാണ്. ഇമാനുവൽ ബോട്ട് ക്ലബ് കുമരകമാണ് അതിൽ തുഴയുന്നത്. ഏറ്റവും പുതിയ വള്ളമാണ്. 2026 ആഗസ്റ്റ് മാസം, ഈ മാസം 2ാം തീയതി നീറ്റിലിറക്കിയ ആർപ്പൂക്കര ചുണ്ടൻ മീനച്ചലാറിന്റെ വിരിമാറിലേക്ക് പിറന്നു വീണ ഈ കോട്ടയത്തെ ജനകീയ ചുണ്ടനാണ് ആർപ്പൂക്കര ചുണ്ടൻ. നമുക്കറിയാം ഇമാനുവൽ ബോട്ട് ക്ലബ് കഴിഞ്ഞ വർഷവും പങ്കെടുത്തിരുന്നതാണ് നെഹ്റു ട്രോഫി അടക്കം. അപ്പൊ അങ്ങനെ രാഹുൽ പ്രകാശാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ ആർപ്പൂക്കരയുടെ ക്യാപ്റ്റൻ ബൈജു ബാസ്റ്റിൻ പാതിരമ്പുഴയാണ്. അങ്ങനെ നിരണവും പുണ്യാളനും ആർപ്പൂക്കരയും അങ്ങനെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ. കരിമ്പനയിൽ തീർത്ത കരിന്തുഴകൾ കൊണ്ട് കാരിരുമ്പിന്റെ കരുത്തുള്ള കരങ്ങൾ കായലിൽ കളിയാട്ടം നടത്തി കരിനാഗങ്ങളെ പോലെ കടന്നു വരുന്നത് കാണുന്നത് കണ്ണുകൾക്ക് കുളിർമയേകുകയാണ്. 1000 ചിറകുകളുള്ള പറക്കും തളിക പറന്നു വരുന്നത് പോലെ ഇങ്ങനെ കടന്നു വരുന്നു 3 ജലരാജാക്കന്മാർ. നിരണവും പുണ്യാളൻ നിരണവും ആർപ്പൂക്കരയും ഇതാ കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ. എത്ര മനോഹരമാണ്. ആളുകൾ, ജലോത്സവ പ്രേമികള് കരകളിൽ നിന്ന് ആർപ്പ് വിളിക്കുന്നത് കണ്ടില്ലേ, ആരവങ്ങൾ മുഴക്കുന്നത് കണ്ടില്ലേ. നിരണം പുണ്യാളനാണോ, പുണ്യാളൻ നിരണമാണോ, ആർപ്പൂക്കര ചുണ്ടനാണോ? അതെ, നിരണവും പുണ്യാളൻ നിരണവും ആർപ്പൂക്കര ചുണ്ടനും ഒന്നിച്ചൊന്നായിട്ട് ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ ശേഷം വിവരണത്തിന് ഓവർ ടു ഷൈജു ദാമോദരൻ. താങ്ക് യു ശ്രീ D സജി. ആവേശഭരിതമായ ഹീറ്റ്സ് 5 ആണിപ്പോൾ പുന്നമടയിൽ അരങ്ങേറുന്നത്. കാണുക, ആവേശഭരിതമായ ഹീറ്റ്സ് 5. 1ാം ട്രാക്കിൽ നിരണം ചുണ്ടൻ ബൈ നിരണം ബോട്ട് ക്ലബ്. 2ാം ട്രാക്കിൽ വള്ളമില്ല. 3ാം ട്രാക്കിൽ പുണ്യാളൻ നിരണം ബൈ KTBC കുമരകം. 4ാം ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടൻ. നമ്മൾ 1ാമത്തെ ഹീറ്റ്സിൽ കണ്ടതുപോലെ ഒരേ കരക്കാരുടെ പേരിൽ ഇറങ്ങുന്ന 2 വള്ളങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ മല്ല യുദ്ധമാണ് ഈ ഹീറ്റ്സ് 5-ൽ നടക്കുന്നത്. ഈ വള്ളങ്ങളിൽ 1ാം ട്രാക്കിലും 3ാം ട്രാക്കിലും ആര് ജയിച്ചാലും അത് നിരണം കരയുടെ വിജയമായി മാറും. നിരണം ചുണ്ടനാണോ അതോ നിരണത്തിന്റെ പുണ്യാളനാണോ? നിരണം ബോട്ട് ക്ലബ് ആണോ അതോ KTBC കുമരകമാണോ? 1ാം ട്രാക്കിലും 3ാം ട്രാക്കിലും തീ മാറുകയാണ്. പക്ഷേ 4ാം ട്രാക്കിൽ ഇമ്മാനുവൽ ബോട്ട് ക്ലബ് തുഴയുന്ന ആർപ്പൂക്കര
ചുണ്ടനും വിട്ടുകൊടുക്കുന്നില്ല. ആർപ്പ് വിളിക്കുക, ആർപ്പ് വിളിയുടെ നേരമാണിത്, വഞ്ചിപ്പാട്ടിന്റെ നേരമാണിത്, പ്രാർത്ഥനകളുടെ നേരമാണിത്. കരയിലും കായലിലും അവർ ഒരുപോലെ ആർപ്പ് വിളിക്കുന്നു, ഒരുമിച്ച് പാടുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മെയ്ക്കരുത്തിന്റെ മനക്കരുത്തിന്റെ മനക്കണക്കിന്റെ തുണയാണിത്. ഓരോ തുണയും കായലിന് കയറി മുറിക്കുന്നു. ആരാണ്? നിരണമാണ്. പുണ്യാളൻ, പുണ്യാളൻ, പുണ്യാളൻ. നിരണം ബോട്ട് ക്ലബ്, നിരണം ബോട്ട് ക്ലബ്, നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ തന്നെയാണ് തോന്നുന്നു ഒന്നാം ട്രാക്കിൽ ഒന്നാമതായി ഫിനിഷിംഗ് പോയിന്റിൽ ടച്ച് ചെയ്തത്. വാട്ടർ റേസ്. സോ ഹീറ്റ്സ് 5 പുന്നമടയെ തീപിടിപ്പിച്ച് കടന്നുപോയിരിക്കുകയാണ്.